നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയത്തിലേക്കാണ് പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ ഏറെ പ്രചാരം ലഭിച്ചൊരു പാട്ടായിരുന്നു പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റി എന്നുള്ള ഈ പാരഡി പാട്ട്. ഇടതുപക്ഷത്തിൻ്റെ തോൽവിക്ക് ശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പാട്ട് എഴുതിയ ആൾ, പാട്ട് പാടിയ ആൾ, അതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് അടക്കമുള്ളവർക്കെതിരെ പോലീസ്, സൈബർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. മതവിദ്വേഷം പകർത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു പാട്ടാണ് എന്നാണ് ഈ പരാതിയിൽ അടക്കം പറയുന്നത്. തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ ഒരു നേതാവാണ് ഇതിൽ പരാതി കൊടുത്തിരിക്കുന്നത്. സാധാരണ ഇത്തരം വിദ്വേഷ പരാതികളല്ലേ ഈ പാട്ട് മതവിദ്വേഷം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാതികളൊക്കെ ആദ്യം ഉണ്ടാകുന്നത് BJP അല്ലെ സംഘപരിവാറിൽ നിന്നാണ്. ഇത് അയ്യപ്പൻ്റെ പേര് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇത്തരത്തിൽ വിദ്വേഷത്തിന് ഉപയോഗിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അത് പ്രശ്നമാണ് എന്നാണ് പാർട്ടി അടക്കം അല്ലെങ്കിൽ CPMലെ സൈബർ സ്പേസിലടക്കം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം വരുമ്പോൾ എപ്പോഴും അതിനെ പിന്തുണക്കുന്ന CPM അല്ലെങ്കിൽ ഇടത് സർക്കാർ പോലും ഈ വിഷയത്തിൽ കേസെടുത്തത് മൊത്തത്തിൽ ഒരു ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ വിഷയത്തിലേക്കാണ്. ദിവസം നമുക്കറിയാം ഈ പാട്ടിൻ്റെ ഒരു വഴിയറിയാം, പാട്ട് എത്രത്തോളം ഒരു സ്വാധീനം ചെലുത്തിയെന്നറിയാം. ഈ പാട്ട് ഒരു ഘട്ടത്തിൽ BJP പോലും ഉപയോഗിച്ചിരുന്നു. സാധാരണ ഇത്തരം വിഷയങ്ങളിൽ, ഇത്തരം മതസ്പർദ്ധ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ട് BJP ആണ് പരാതിയായിട്ട് വരുന്നത്. ഇവിടെ മുമ്പ് PC ജോർജിനടക്കമെതിരെ കൊടുത്തിട്ടുള്ള മതസ്പർദ്ധ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള പരാതികളുണ്ട്. അതിലെങ്ങും നടപടിയെടുക്കാതിരുന്നൊരു സർക്കാർ പെട്ടെന്ന് ഇത്തരം ഒരു പരാതി കിട്ടുമ്പോൾ ഉടനെ ഉണരുന്നു, കേസെടുക്കുന്നു, അവരെ അറസ്റ്റ് ചെയ്തേക്കും എന്നുള്ള നടപടികളിലേക്കൊക്കെ പോകാൻ പോകുന്നു. മൊത്തത്തിൽ എങ്ങനെയാണ് ഇതിനൊക്കെ? അല്ല, അതിൻ്റെ രാഷ്ട്രീയ എന്താ പറയുക, നിയമപരവും സാംസ്കാരികവുമായ ഇതൊക്കെ മാറ്റി നിർത്തിയാലേ രാഷ്ട്രീയമായി നോക്കിയാൽ എന്ത് വലിയ മണ്ടത്തരമാണ് ഈ പാർട്ടി, CPM എന്ന് പറയുന്ന പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവർക്കത് മനസ്സിലാവുന്നില്ലേ? നോക്കൂ, ഒരു പാട്ടിനെതിരെ കേസെടുക്കുക, അതെന്താണ്, മതവിദ്വേഷം ഉണ്ടാക്കുന്നതുകൊണ്ട് കേസെടുക്കുക. എന്ത് മതവിദ്വേഷം? ഏത് മതത്തെക്കുറിച്ചാണ് അത് പറയുന്നത്? ഒരു ആരാധനാലയത്തിൽ നടന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചാണ് ആ പാട്ട്. അതെങ്ങനെയാണ് മതവിദ്വേഷം ഉണ്ടാക്കുന്നത്? ഇനി അതല്ല, അത് ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട് ആ അയ്യപ്പ ഭക്തരായുള്ള ആരെങ്കിലും അത് പറയണ്ടേ? അവർ ഈ പാട്ട് ഇന്നലെ വന്നില്ലല്ലോ, ഈ കഴിഞ്ഞ ആഴ്ചകളായി കേരളത്തിൽ ഇങ്ങനെ പ്രത്യേകിച്ച് സൈബർ സ്പേസിൽ പാടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടല്ലേ? ആരെങ്കിലും, അല്ലെങ്കിൽ ആ ശബരിമലയുമായി ബന്ധപ്പെട്ട തന്ത്രി കുടുംബത്തിൽ ആരെങ്കിലും, ഉത്തരവാദപ്പെട്ട ആരെങ്കിലും, അല്ലെങ്കിൽ ആ മതത്തിലെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഈ പരാതി പോകുന്ന കക്ഷി എന്താണ്, തിരുവാഭരണ പാത സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഈ കക്ഷി ഉണ്ടല്ലോ, ഇദ്ദേഹത്തിൻ്റെ ബ്രദർ ഈ ഇലക്ഷനിൽ CPM ചിഹ്നത്തിൽ മത്സരിച്ച ആളാണ്. മത്സരിച്ച് തോറ്റതാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം സ്വതന്ത്രമായി മത്സരിച്ച് ജയിച്ചു. CPM പിന്തുണയോടെ പഞ്ചായത്ത് പ്രസിഡൻ്റായ ആളാണ്. അപ്പോൾ അതിൻ്റെ റൂട്ടൊക്കെ മനസ്സിലാവും. ഇദ്ദേഹം പരാതി കൊടുക്കുന്നു, ഉടനെ രാജു എബ്രഹാമിൻ്റെ ബൈറ്റ് വരുന്നു. രാജു എബ്രഹാം വിജംഭൃതനായി എന്താണ് വ്രണപ്പെട്ട വികാരവുമായിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പൊട്ടിത്തെറിക്കുന്നു. ഇതൊക്കെ ആരാ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തൊരു മണ്ടത്തരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു കൂട്ടർ മണ്ടത്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന മണ്ടത്തരാണെന്ന് മനസ്സിലാകാതിരിക്കുക എന്നാണ് ഒരു വല്ലാത്തൊരു കുഴിയാണത് കേട്ടോ, വല്ലാത്തൊരു അപകടാവസ്ഥയാണ്, അതിലാണ് പെട്ടിരിക്കുന്നത്. ഇനി ഈ മറ്റ് വസ്തുക്കൾ, ഈ സമാന സ്വഭാവത്തിലുള്ള ഇതേ പാട്ട്, ഈ ഭക്തിഗാനം തന്നെ എഗൻ അതൊരു പാരഡിയാണ്. തമിഴ്നാട്ടിലെ ഈ നാഗൂർ എന്താണ് സൂഫി ഇതിൽപ്പെട്ട ആളുകളുടെ ഒരു പാട്ടിൻ്റെ, ഒരു മുസ്ലിം ഭക്തിഗാനത്തിൻ്റെ പാരഡി ആയിക്കൊണ്ടാണ് ഇത് വരുന്നത്. വളരെ പോപ്പുലറായിരുന്നു. പാർട്ടി ചാനലിൽ തന്നെ സമാനമൊക്കെ കരുണാകരനെതിരെ ഇതേ പാരഡി പാട്ടിൻ്റെ രൂപത്തിൽ പാട്ട് പാടുകയും അവതരിപ്പിക്കുകയും അത് യൂട്യൂബിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്നലെ കണ്ട് റിമൂവ് ചെയ്തെന്ന് അറിയില്ല, കിടക്കുന്നുണ്ട്. സുരേന്ദ്രൻ 1/2 ഡസനോളം പാട്ടുകൾ ഈ ട്യൂൺ ഉപയോഗിച്ച് ഇതേ രീതിയിൽ പാടിയിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്തൊരു വ്രണപ്പെടൽ, അസാധാരണമായുള്ളൊരു വ്രണപ്പെടൽ, അതും പോളിങ്ങിന് മുമ്പില്ലാത്ത വ്രണപ്പെടൽ, കൗണ്ടിങ് കഴിഞ്ഞതിന് ശേഷം പൊടുന്നനെ ഇങ്ങനെ വ്രണത്തിൻ്റെ ഒരു ഉരുൾപൊട്ടൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കാൻ വലിയ ഗവേഷണമൊന്നും വേണ്ട. ഇത് അത്രത്തോളം അസ്വസ്ഥരാക്കിയിട്ടുണ്ട് ഇവർ. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് നിഷാദ് വാജിംസും കൂടെ ഇത് കൗണ്ടിങ് ഡേ ഇത് അവതരിപ്പിക്കുമ്പോഴാണ് ഇങ്ങനൊരു പാട്ട് എയറിലുണ്ട് എന്ന കാര്യം ഞാൻ അറിയുന്നത്. പക്ഷേ ചെറിയ മക്കൾക്കൊക്കെ അറിയാം, അവർക്ക് ഇത് മുഴുവൻ കാണാൻ പാടാണ്, ഇൻസ്റ്റയിൽ ട്രെൻഡിങ്. അപ്പോൾ അത് വളരെ കഷ്ടമാണ്.
പക്ഷെ ഈ പറയുന്ന ഈ മനുഷ്യനെതിരെ പിന്നാലെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ എഴുതിയ കക്ഷി എന്താ അദ്ദേഹത്തിൻ്റെ പേര്? കുഞ്ഞബ്ദുള്ള. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് കിട്ടിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കുഞ്ഞബ്ദുള്ളയുടെ ഒരു മാപ്പിളപ്പാട്ടിനെ കുറിച്ചുള്ളൊരു പുസ്തകമുണ്ട്. മാപ്പിളപ്പാട്ടിൻ്റെ ചരിത്രമൊക്കെ പറയുന്നത്. ആ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ടി കെ ഹംസയാണ്. ഈ CPM പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം അവതാരികയിൽ പറഞ്ഞിരിക്കുന്നത് മാനവികതയുടെ സംസ്കാരത്തിനും വീക്ഷണത്തിനും അനുസരിച്ച് പാട്ടുകൾ സമ്മാനിക്കുന്നതാണ് ഈ GPയുടെ സമീപനം, ഈ GP കുഞ്ഞബ്ദുള്ളയുടെ സമീപനം. അപ്പോൾ മനസ്സിൻ്റെ ഒന്നിനെയും അനുകരിക്കാതെ ഒന്നിനെയും നിഷേധിക്കാതെയും എന്നാൽ മനസ്സിൻ്റെ ഈണം പാടി വിരിഞ്ഞുള്ള ഇശലുകൾ സ്വതന്ത്രമായ വീക്ഷണവും ശൈലിയും ഉൾക്കൊണ്ടാണ് GPയുടെ രചനകൾ. ആത്മീയ പ്രശാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന വിചാരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ പ്രതിഫലിക്കുന്നത് എന്നാണ് ടി കെ ഹംസ പറഞ്ഞത്. ഈ മനുഷ്യൻ്റെ പിന്നാലെ കൂടിയിട്ട് എന്താണ് ഏറ്റവും വന്യമായ ഭാഷയിൽ സാധ്യമായ ഏറ്റവും മോശം തെറിവാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇവ സൈബർ സ്പേസിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ ആവട്ടെ, നമുക്ക് പാട്ടും കാർട്ടൂണും പിന്നെ കവിതകളും ഇതൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നിരോധിക്കപ്പെട്ടതിൻ്റെ അതിരസകരമായ കഥകൾ ഇഷ്ടം പോലെ നമുക്കറിയാം. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രവാചകരായിട്ട് CPMമാരാണ് ഉണ്ടായിരുന്നത്. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, ഈ കേസ് എടുത്തതോടുകൂടി ആക്ച്വലി എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ പാട്ടിൻ്റെ ലൈഫ് എഗൻ കൂടിയിരിക്കുകയാണ്. ഇത് ഇനിയിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഓരോ നടപടി വരുമ്പോഴും അത് വീണ്ടും വാർത്തകൾ വരും, വീണ്ടും ആളുകൾ ആ പാട്ട് ഓർക്കും, വീണ്ടും അത് പാടിക്കൊണ്ടിരിക്കും, വീണ്ടും ഇൻസ്റ്റാഗ്രാമിൽ അത് കേട്ടുകൊണ്ടിരിക്കും. ഇതിങ്ങനെ തന്നെ ഈ പാട്ട് നോക്കൂ, തെരഞ്ഞെടുപ്പ് വരെയാണ് അതിൻ്റെ ഇമ്പാക്റ്റ് പൊളിറ്റിക്സിൽ ഉണ്ടാക്കിയിരുന്നെങ്കിൽ അതല്ല, ഇനി അടുത്ത നിയമസഭ വരെ ഇരിക്കട്ടെ എന്ന് ഈ പാർട്ടിക്കകത്താരും തീരുമാനിച്ചതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എത്രയാലും വിഡ്ഢിത്തത്തിന് കയ്യും കാലും വെക്കുക എന്ന് പറഞ്ഞാൽ അതിതാണ്. ജിംസ്, ഒരു പാരടി പാട്ടിനെതിരെ കേസെടുക്കുക വഴി CPM അല്ലെ അവർ നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ ഇതുവരെ അവർ പിന്തുടർന്ന ഒരു രാഷ്ട്രീയത്തിനെ കൂടിയിട്ടല്ലേ ഉപേക്ഷിക്കുന്ന, കൈവിടുന്നത്? നമ്മൾ ഭയചകിതരായി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രതിസന്ധി നേരിടുകയാണ്. ആ പ്രതിസന്ധിയെ നമ്മൾ ഭയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാം മണ്ടത്തരായിരിക്കും. നമുക്കൊരിക്കലും ആ പ്രതിസന്ധി അതിജീവിക്കാൻ കഴിയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് അങ്ങനെ CPMനെ അങ്ങോട്ട് ഇല്ലാതാക്കുന്നതോ CPMൻ്റെ അടിത്തറ മാന്തി കളയുന്നതോ CPMനെ നാട്ടുകാർ കൈവിടുന്നതോ ഒരു തെരഞ്ഞെടുപ്പ് ഫലമേ അല്ല. നോക്കുക, ജില്ലകൾ വെച്ച് പരിശോധിച്ച് നോക്കുക. ഇപ്പോൾ CPMൻ്റെ വലിയ ശക്തി എന്നാണ് പാലക്കാടൊന്നും ഈ ശബരിമലയോ ഈ ഭരണവിരുദ്ധ വികാരമോ ഒന്നും ബാധിച്ചിട്ടില്ല. പാലക്കാട് CPM സ്ട്രോങ് ആണ്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തുകൾ കണക്കെടുത്ത് കഴിഞ്ഞാൽ 7-7 എന്ന് പറഞ്ഞാൽ തന്നെ CPMൻ്റെ അടിത്തറ ഭദ്രമാണെന്ന MP ഗോവിന്ദൻ്റെ പ്രസ്താവന അത് തന്നെയാണ് തെളിയിക്കുന്നത്. അവർ വോട്ട് എവിടെയൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കേരളത്തിലെ ഭരണം മാറുന്നത്, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോക്കുന്നതൊക്കെ വളരെ ചെറിയ ഒരു കൂട്ടം വോട്ടർമാർ അവരുടെ പൊസിഷൻ സ്വിച്ച് ഓവർ ചെയ്യുന്നതുകൊണ്ടാണ്. വളരെ ചെറിയ ആളുകൾ, നിഷ്പക്ഷർ എന്ന് പറയുന്നവരോ ഇരുമുന്നണികൾക്ക് മാറി മാറി വോട്ട് ചെയ്യുന്നവരായ നിഷ്പക്ഷരായ കുറച്ച് വോട്ടർമാർ മാറ്റി ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഭരണം മാറുന്നത് തന്നെ. അതും വളരെ ചെറിയ വോട്ട് പെർസെൻറ്റേജിൽ വളരെ കുറച്ച് വോട്ടർമാരാണ് ഈ ഭരണം മാറണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധാരണ രീതിയിൽ LDFന് മേൽക്കേണ്ടാവുന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആളുകൾ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് പല ഘടകങ്ങളുണ്ടാവും. ഈ പാട്ടൊരു കാരണമായിട്ടുണ്ടാവും, ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും, പിന്നെ 10 വർഷം ഭരിച്ച ഒരു സർക്കാരിനുള്ള സ്വാഭാവികമായ പ്രതിപത്തി. അതിനിപ്പോൾ സ്വർണവും പാലും തേനും ഒഴിക്കിയാൽ പോലും ആളുകൾക്ക് ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും. ഏത് സർക്കാരിനോടും ഉണ്ടാവും. അങ്ങനെ തന്നെ കരുതിയാൽ മതി. 10 വർഷമായിട്ട് പിണറായി വിജയൻ ഭരിക്കുകയാണ്. ഈ ആളുകൾ വിചാരിക്കും ഇയാളുടെ മുഖമൊന്നും മാറിക്കാണ്ട് വേറൊരു മുഖ്യമന്ത്രിയായിട്ടെന്ന് വിചാരിക്കാമല്ലോ. അങ്ങനെ പോലും വിചാരിച്ച് വോട്ട് മാറി കുത്തിവരുണ്ടാവും. അപ്പോൾ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് വളരെ സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു കാര്യമാണ്. അതിനിപ്പോൾ എന്തെല്ലാം ചെയ്താലും അത് ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ അതിനെ മറികടക്കാൻ സർക്കാരുകൾ പല രീതിയിൽ സ്വീകരിക്കും. ഇവിടെ അങ്ങനെ ഒരു ഭരണം മാറണം എന്നൊരു തോന്നലോ അല്ലെങ്കിൽ ഭരണം മടുത്തിട്ടോ ബോറടിച്ചിട്ട് പോലുമോ, പിണറായി വിജയനെ കണ്ടുകൊണ്ട് ബോറടിച്ചിട്ട് പോലും ആളുകളൊന്നും മാറ്റി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുന്നു? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് ചെറിയ മേൽക്കൈ കിട്ടുന്നു. അപ്പോൾ എന്ത് ചെയ്യാണ്? അവർ ഫ്രൈറ്റൻഡ് ആവുകയാണ്. ഒരു മുന്നണി ഫ്രൈറ്റൻഡ് ആവുന്നു, ഒരു പാർട്ടി ഫ്രൈറ്റൻഡ് ആവുന്നു, മുഖ്യമന്ത്രി തന്നെ ഫ്രൈറ്റൻഡ് ആവുന്നു. ഫ്രൈറ്റൻഡ് ആയിട്ട് പിന്നെ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ പാളിപ്പോകുന്നു. അപ്പോൾ പ്രധാനമായി ഇവിടെ വരുന്ന ഡിബേറ്റിംഗ് പോയിന്റ് എന്താണ്? എന്തുകൊണ്ട് തോറ്റു? ശബരിമലയാണോ, വെള്ളാപ്പള്ളിയാണോ, ഇനി ഭരണവിരുദ്ധ വികാരമാണോ, പെൻഷൻ മേടിച്ചിട്ട് ആളുകൾ നക്കി തിന്നിട്ട് പിന്നിൽ നിന്ന് കുത്തിയതാണോ, ഇങ്ങനെയുള്ള പലതരം ഡിബേറ്റുകൾ വരുവാണ്. അപ്പോൾ ഈ ഡിബേറ്റിൽ ഇതിൻ്റെ കാരണം കണ്ടെത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടിയിട്ടെന്ന് പറയുന്നു ഇനി LDFലെ ഘടകകക്ഷികൾ പഠിക്കട്ടെ, ഓരോ ഘടകങ്ങൾക്കും എന്തുണ്ടായി, ഏത് ജില്ലയിലൊക്കെ എന്തൊക്കെ ഉണ്ടായെന്ന് പഠിക്കട്ടെ, എന്നിട്ട് ഈ മാസം തന്നെ നമുക്ക് തീരുമാനിക്കാമെന്ന് പറയുന്നു. ഓക്കെ, അവർ തീരുമാനിക്കട്ടെ. കുറഞ്ഞ പക്ഷം ഒരു തോൽവിയിൽ വിനയാന്വിതരാവുക എന്നുള്ളത്
ഭരണത്തിലിരിക്കുന്നവരുടെ നല്ല ഗുണമാണ്. ഞങ്ങൾ ചെയ്ത എന്തോ ഒരു കാര്യങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർ ഞങ്ങൾക്കൊരു മെസ്സേജ് നൽകിയിരിക്കുന്നു. ഇനി കുറഞ്ഞ സമയം അസംബ്ലി ഇലക്ഷനുള്ളൂ. ഞങ്ങൾ ആ മെസ്സേജ് പഠിച്ച്, ജനങ്ങൾ നൽകിയ മെസ്സേജ് പഠിച്ച് ഞങ്ങൾ തിരുത്തേണ്ടത് തിരുത്തും എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? തോൽവിയിൽ വിനയാനിതരാകുക എന്നുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന് നല്ലൊരു ഗുണമാണ്. ഇവിടെ അതല്ല ഉണ്ടാവുന്നത്. ഞങ്ങളുടെ അടിത്തറയൊന്നും പോയിട്ടില്ല, ഞങ്ങൾക്ക് അങ്ങനെ തിരിച്ചടി ഉണ്ടായിട്ടില്ല. കൊല്ലത്ത് നോക്കൂ, കൊല്ലത്ത് കോർപ്പറേഷൻ മാത്രമേ പോയുള്ളൂ, ബാക്കിയൊക്കെ ഞങ്ങളുടെ കയ്യിലാണ്. ഇങ്ങനെയല്ലല്ലോ അത് വിലയിരുത്തുന്നത്. ഇന്ന് ഗോവിന്ദൻ മാഷ ഫേസ്ബുക്ക് പോസ്റ്റ് ന്യൂനപക്ഷങ്ങളിലും ഒന്നും സംഭവിച്ചിട്ടില്ല. അതായത് ന്യൂനപക്ഷങ്ങൾക്ക് കുഴപ്പമില്ല. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി കൊണ്ടുപോയത് അദ്ദേഹത്തെ വിദ്വേഷ പ്രചരണത്തെ സംരക്ഷിച്ചുകൊണ്ടൊന്നും കുഴപ്പമുണ്ടായിട്ടില്ല. എന്നിട്ട് ഇതെല്ലാം പോട്ടെ, ഒരു പാട്ട് വൈറലായി. ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ പാട്ട് വൈറലാവുന്നത്. തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ, കുപ്രസിദ്ധമായ തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും ഓർമ്മയുള്ളൊരു തെരഞ്ഞെടുപ്പ് ഗാനം രാജീവ് ഗാന്ധി അധിക്ഷേപിച്ചുകൊണ്ടുള്ളതാണ്. LDF ഇറങ്ങിയത് 87 തെരഞ്ഞെടുപ്പിലോ 89 തെരഞ്ഞെടുപ്പിൽ. നാട്ടിലെങ്ങും പെണ്ണില്ല ഞിട്ടിറ്റലി പോയി കെട്ടിയില്ലേ. ആരെയൊക്കെയാണ് അധിക്ഷേപിക്കുന്നത്? രാജീവ് ഗാന്ധി അധിക്ഷേപിക്കുന്നു, സോണിയാഗാന്ധി അധിക്ഷേപിക്കുന്നു, നാട്ടിലെ പെണ്ണുകൾ അധിക്ഷേപിക്കുന്നു. നാട്ടിലെ പെണ്ണുകളൊക്കെ രാജീവ് ഗാന്ധി കെട്ടാൻ നടക്കുകയാണ്. ഇതൊരു പാട്ടായിരുന്നു. എൻ്റെ ഏറ്റവും ചെറുപ്പത്തിലുള്ള ഓർമ്മ 89 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF കേരളത്തിൽ പാടിയ പാട്ടുകളാണത്. അതൊക്കെ എന്തെല്ലാം പാട്ടുകളുണ്ട്. അതിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അന്നത്തെ കാലത്ത് പ്രശ്നമല്ല, ഇന്നത് പ്രശ്നമായി. പക്ഷേ ഈ പാരഡിയിൽ എന്ത് കുഴപ്പമെന്നാണ് പറയുന്നത്? ഇപ്പോൾ ഈ സ്വാമി അയ്യപ്പോ എന്നുള്ള ഭക്തിഗാനം തന്നെ ഒരു പാരഡിയാണ്, ഒരു സൂഫി സംഗീതത്തിൻ്റെ പാരഡിയാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ആദ്യമായിട്ട് ഇറങ്ങുന്ന പാരഡി അല്ല. 91 മുതൽ 94 വരെയുള്ള കാലത്ത് 95 വരെയുള്ള കാലത്ത് കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കരുണാകരൻ്റെ കാറിന് സ്പീഡ് കൂടുന്നു എന്ന പരാതി വരുന്നു. കരുണാകരൻ്റെ കാറിൻ്റെ സ്പീഡ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ തന്നെ സ്വാധീനിച്ച ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ വണ്ടി ഇടിച്ച ആളുകൾ മരിക്കുന്നു, അദ്ദേഹം തന്നെ വണ്ടി ഇടിച്ച് അപകടത്തിലായി അമേരിക്കയിൽ ചികിത്സ ചെയ്യുന്നു. തിരിച്ചു വരുമ്പോഴത്തേക്കും മൊത്തം ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ കുഴപ്പത്തിലാവുന്നു. ഉമ്മൻചാണ്ടി കാല് മാറുന്നു, ഉമ്മൻചാണ്ടി കലാപം ഉയർന്നു, ആൻ്റണി പിന്നെ മുഖ്യമന്ത്രിയാവുന്നു. അപ്പോൾ അതിനെതിരെ അത്രയും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സിറ്റുവേഷനിൽ ആദർശ ഇറക്കിയൊരു പാട്ടാണ്. അതായത് ഈ ദേമാവലി കൊമ്പത്ത് ഈ മിമിക്സ് പരേഡ് അല്ലാത്ത രീതിയിൽ പാരഡി മാത്രമായിട്ട് ഇറങ്ങിയൊരു കാലമാണ് ഈ 91, 92, 93, 94 എന്ന് പറയുന്നത്. ആ സമയത്ത് ദേമാവലി കൊമ്പത്തിൻ്റെ തുടക്കത്തിലുള്ള എഡിഷനിൽ വന്ന ഒരു പാട്ടാണിത്, മന്ത്രിയെ പയ്യെ പോകുന്നുള്ളത്. ആദർശ തന്നെയാണ് അത് പാടിയിട്ടുള്ളത്. അപ്പോൾ അന്നിറങ്ങിയ പാട്ടിനില്ലാത്ത പ്രശ്നം ഇതിലെന്താണ് ഉണ്ടാകുന്നത്? ഇതും വളരെ കൃത്യമായൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ്. CPM നേതാക്കൾ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തിരിക്കുമ്പോൾ അവിടെ ഒരു പോറ്റ് കയറി അയ്യപ്പൻ്റെ സ്വർണ്ണം അടിച്ചിട്ട് പോയി എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ കോലാഹലം ഉണ്ടാക്കേണ്ട പ്രശ്നമാണ്. അത്രയൊന്നും കോലാഹലം ഇവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ അത്ഭുതപ്പെടുന്നത് ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയിട്ട് കേരളത്തിൽ ഇത്രയും പ്രശ്നമുള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ പ്രതിപക്ഷം പോലും ഒരു ലാർജർ പ്രൊട്ടസ്റ്റാക്കി മാറ്റിയിട്ടില്ല. സംഘപരിവാർ വലിയ സമരം ചെയ്തിട്ടൊന്നുമില്ല. എന്തൊരു സമരം ചെയ്തോ? അതർവൈസ് ഇത് നേരത്തെ 10 വർഷം മുമ്പ്, അത് മാത്രമല്ല അതിലെ പ്രതി ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിലുണ്ട്. 10 വർഷം ഉമ്മൻചാണ്ടി മരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്ന കരുതുക. എന്തായിരിക്കും? ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കുക, വെറുതെ ഒന്ന് നമ്മൾ ഇമാജിൻ ചെയ്തു. അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് എവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ പ്രൊട്ടസ്റ്റ് ഉണ്ടാവാതെ തന്നെ വളരെ മൈൽഡായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് തിരിച്ചടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമ്പോൾ ഇവർ ഭയചകിതരാവുകയും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവർക്കറിയില്ല. ക്ലൂലെസ് ആവുന്ന സമയത്താണ് ഇതിനെതിരെ കേസൊക്കെ ദാ പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ പറയുന്നത് മനുഷ്യൻ മണ്ടത്തരം ചെയ്യുന്നത് എപ്പോഴും ഭയചകിതരാകുമ്പോഴാണ്. ഇവിടെ LDF ഭയചകിതരാണ്. ഇനി 4 മാസം കൂടിയുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിന് എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. അതെ, ഈ കേസ് കൊണ്ടൊന്നും പിന്നോട്ടില്ലെന്നാണ് ഈ പാട്ട് കുഞ്ഞബ്ദുള്ള പറയുന്ന. ഈ പാട്ടിൻ്റെ ഒരു തുടർച്ച വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമെന്ന് കൂടിയിട്ട് അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ജയിലിൽ നിന്ന് ഈ ദേവസ്വം ബോർഡിൻ്റെ ചുമതല ഉണ്ടായിരുന്ന വാസു മുഖ്യമന്ത്രിക്ക് എഴുതുന്ന രീതിയിലായിരിക്കും എന്ന് കൂടിയിട്ട് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്.